ഫാമിലി, സെപ്റ്റംബർ 19 ഇന്നത്തെ ഡേറ്റ് അല്ലേ? 11 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ നമ്മളുടെ സെപ്റ്റംബർ കഴിഞ്ഞു. ഇനി നമ്മളുടെ കയ്യിൽ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം വരും. കയ്യിൽ 2 മാസം തികച്ച് അല്ലെങ്കിൽ 2 മാസം കഷ്ടിച്ച് 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, മിസ് ഓണം എക്സാം കഴിഞ്ഞിരുന്നല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ ഇത്ര സമയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഞങ്ങളിങ്ങനെ പേടിപ്പിക്കുന്നതെന്ന് പല കുട്ടികളുടെയും ഉള്ളിലുള്ളൊരു ചിന്തയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 മാസം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്കൂളുകളിലൊക്കെ വളരെ ഹെക്ടിക് ആയിട്ടുള്ളൊരു സമയമാണ് അല്ലേ? നമ്മുടെ കലാകായിക മേളകൾ വരുന്ന ഒരു സമയമാണ്, ശാസ്ത്രമേളകൾ. ഇതിലൊക്കെ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കും. നിങ്ങളുടെ സ്കൂളിൽ ഈ പ്രോഗ്രാംസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവധികൾ വരാനുള്ള ഒരു ദിവസങ്ങളാണ്. അതേപോലെ ഈ കായിക മേളകളിലേക്കും ഈ മേളകളിലേക്ക് പങ്കെടുക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടമാവുകയും ചെയ്യും. സോ പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാളാനുള്ള ചാൻസ് ഞാൻ 100% എഴുതി തരാം. വേറെ ഒന്നുമല്ല, ഓണം എക്സാം പോലെയല്ല ക്രിസ്മസ് എക്സാം. ഓണം എക്സാം ഒരു സാമ്പിൾ വെടിക്കെട്ട് നമുക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. അടുത്ത എക്സാം സ്വാഭാവികമായിട്ടും ഇതിനേക്കാൾ നല്ല ലെവൽ ഓഫ് എക്സാം ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഓണം എക്സാമിനേക്കാൾ വളരെ 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 കൂടുതലാണ്. സോ പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയിട്ടില്ല, അവസാന നിമിഷത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാം പോലെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും എന്നൊരു ചിന്ത എൻ്റെ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ നിങ്ങൾ മാറ്റിവെച്ചോ. നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അവസാന നിമിഷം നമ്മൾ ടെൻഷൻ അടിച്ച് ഉള്ളത് കൂടെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സോ അപ്പോൾ ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോയി അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഡെയിലി ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡെയിലി പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതിൽ ഞാൻ എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അതേപോലെ തന്നെ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് USS എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന മക്കൾ. ഇപ്പോൾ നിങ്ങൾ USS എക്സാമിന് വേണ്ടി പഠിച്ചൊക്കെ തുടങ്ങുന്നുണ്ടാവും. പക്ഷേ ക്രിസ്മസ് എക്സാം അഥവാ നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് വാങ്ങിച്ചാൽ മാത്രമാണ് നിങ്ങളെ കൊണ്ട് USS എക്സാം എഴുതിപ്പിക്കുള്ളൂ. സോ അത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ക്രിസ്മസ് എക്സാമിന് USS എഴുതുന്നവർ എന്തായാലും A ഗ്രേഡ് വാങ്ങിച്ചേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പഠിക്കുക. നമ്മളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, സിലബസ് നമുക്കറിയാം, ഏതൊക്കെയാണ് എക്സാമിന് വരിക എന്നുള്ള കാര്യങ്ങൾ അറിയാം. അത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യുക, എക്സാംസ് എഴുതുക. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എക്സാമിനർ ഫാമിലി നാളേതായി താഴെ കാണുന്ന സമയത്ത് വരുന്നുണ്ട്. സോ മാക്സിമം മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. ആൻഡ് നാളത്തെ ആ ഒരു ഇവൻറ്റ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. ആൻഡ് എങ്ങനെ സ്ട്രാറ്റജിക്കലി നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിനെ കീഴ്പ്പെടുത്താം, എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് എത്താം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് മിസ് ദ ഇവൻറ്റ്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം.